വ്യാജ ബിനാമി മോനൂസി ഇവിടെ ഇല്ലല്ലോ. നോർത്തിൽ അങ്ങനെ ഈ വി മോഹൻ എന്നുള്ള ആളെ നമ്മൾ ഉമ്മാക്ക് അക്കൗണ്ട് ഉണ്ടോ അവിടെ അല്ലേ? ഇല്ല, ഉമ്മാക്ക് അക്കൗണ്ട് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ 20 lakhs വന്നത്? അത് അവരുടെ പേരിൽ അടിച്ചു പോയതാണ്. പിന്നെ അവിടെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചീഫ് എന്നുള്ള നിലക്ക് സ്റ്റാഫിൻ്റെ പേരിൽ അത്രയും പ്രഷർ വരുന്നതുകൊണ്ടാണ് അത് ചെയ്തു പോണത്. നമസ്കാരം. ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കും എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. എന്നാൽ കേരള സർവകലാശാല 10 കോടി മുടക്കി രചിക്കുന്നത് മാർക്സിസ്റ്റ് വിജ്ഞാന കോശമോ? ഇടത് രാഷ്ട്രീയ നേതാക്കന്മാർ, കലാ സാംസ്കാരിക പ്രമുഖർ, തൊഴിലാളി നേതാക്കന്മാർ എന്നിവരുൾപ്പെട്ട വിജ്ഞാനകോശം തയ്യാറാക്കാനാണ് തകൃതിയായുള്ള നീക്കം. ഗവർണർക്കടിക്കാൻ ഒരു വടി കൂടി കൊടുക്കുകയാണോ CPM-ഉം സർക്കാരും? മറുവശത്ത് ഗവർണർ കേരളത്തെ പുകഴ്ത്തുന്നതും ഇന്ന് കേട്ടു. എപ്പോൾ നിറം മാറുമെന്നറിയാത്ത ഗവർണറും ചുവപ്പ് നിറം നിറയ്ക്കുന്ന സർവകലാശാലയും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണ് ക്വസ്റ്റ്യൻ അവർ ചർച്ച ചെയ്യുന്നത്. ഗവർണർക്ക് വീണ്ടും വടി കൊടുക്കുന്നോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാർ, BJP നേതാവ് P. കൃഷ്ണദാസ്, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ സമിതിയുടെ സെക്രട്ടറി M. ഷാജർ ഖാൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ K. അനിൽകുമാർ, ഈ വാർത്തയുടെ നീതീകരണം എന്താണ്? ശ്രീ K. അനിൽകുമാർ. ശ്രീ M. ഷാജർ ഖാൻ, നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയം എപ്പോഴാണ് പെട്ടത്? എന്തൊക്കെ തുടർ നടപടികളാണ് നിങ്ങൾ സ്വീകരിച്ചത്? അല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനകത്തൊരു പരാതി സമർപ്പിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിജ്ഞാനകോശം എന്ന പേരിൽ ഇറക്കുന്നത് മാർക്സിസവുമായി ബന്ധപ്പെട്ടതേ അല്ല. ഇവരിപ്പോൾ മാർക്സിസം പ്രാക്ടീസ് ചെയ്യുന്നില്ല, മാർക്സിസത്തെ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല, മാർക്സിസം എവിടെയും പഠിപ്പിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാർക്സിസവുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്ന് മാത്രമല്ല, ഈ ഓർഡറിൽ പറയുന്നത് ആസ് ദ സെൻറ്റർ ഹാസ് സ്റ്റാർട്ടഡ് റീസെൻ്റ്ലി എന്നാണ്. ഈ പറയുന്ന മാർക്സിയൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഈ സമീപകാലത്ത് തട്ടിക്കൂട്ടിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? തട്ടിക്കൂട്ടിയെടുത്തത് ഇടത് എന്ന് പറയുന്ന ഇടത് മുന്നണിയുടെ നേതാക്കന്മാർ അവരെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വിജ്ഞാനകോശം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മാർക്സിസത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന പാഠങ്ങളെ
സംബന്ധിക്കുന്ന ഒരു ഗവേഷണ പ്രവർത്തനത്തെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ചില വ്യക്തികൾ, ചില പ്രത്യേക രാഷ്ട്രീയ നിറത്തിൽപ്പെട്ട സംഘടനകൾ, അവരുടെ ചരിത്രം ഇതൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വിജ്ഞാന കോശം നിർമ്മിക്കും. അതിനുവേണ്ടി 10 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നു. ആ 10 കോടി രൂപ സമാഹരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായം തേടും. ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് 30 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മാർക്സിൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന വിങ്ങിൻ്റെ ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വിചിത്രമാണ്. കാരണം കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയിൽ ഇപ്പോൾ മഹാനിഘണ്ടുവിൻ്റെ പ്രവർത്തനം 1964 ശൂരനാട്ട് കുഞ്ഞമ്പിള്ള സാർ ഉൾപ്പെടെയുള്ള ആളുകൾ തുടങ്ങിവെച്ച മലയാള ഭാഷയെ സംബന്ധിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ആ ഗ്രന്ഥത്തിൻ്റെ മഹാനിഘണ്ടുവിൻ്റെ പ്രവർത്തനം പാതി വഴിയിലാണ്. 8 വാല്യങ്ങൾ മാത്രമാണ് പൂർത്തീകരിച്ചത്. 9ാമത്തെ വാല്യം പൂർത്തീകരിച്ചിട്ടില്ല. തെറ്റുകൾ മൂലം അത് ഇപ്പോൾ പാതിവെന്ത അവസ്ഥയിൽ കിടക്കുകയാണ് വർഷങ്ങളായി. അപ്പോൾ അത് പണമില്ല എന്നതിൻ്റെ പേരിൽ മഹാനിഘണ്ടുവിൻ്റെ പ്രവർത്തനങ്ങൾ കേരള സർവകലാശാല ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സർവകലാശാല പണമില്ല എന്നതിൻ്റെ പേരിൽ ആ പ്രവർത്തനത്തെ, വളരെ സുപ്രധാനമായ ചരിത്രപരമായ ആ ദൗത്യം നിർവഹിക്കാതെ അതിനൊരു പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് സംവിധാനം കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത്? ആ സംരംഭത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ വൈജ്ഞാനിക മേഖലയുടെ വളർച്ചയോ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയോ സഹായിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നമുക്കിതിൽ കാണാൻ കഴിയില്ല. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇതിലൊരു പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പ്രയോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം തീരെ പ്രയോറിറ്റി ഇല്ലാത്ത ഒരു വിഷയത്തിലേക്ക് അവർ കടക്കുന്നു. നമ്പർ 2, അവർ അവതരിപ്പിക്കുന്നത് വളരെ സങ്കുചിതമായ ഒരു പാർട്ടിസാൻ പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ഒരു വിജ്ഞാനകോശം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ അങ്ങനെയുള്ള ചില ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ചരിത്രം അവതരിപ്പിക്കാനാണ്. അതിനുവേണ്ടി സർവകലാശാലയുടെ ഫണ്ട് അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുക എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക സംരംഭമാണ്. അത് തെറ്റാണോ? 2, ഇത് എങ്ങനെയാണ് രാഷ്ട്രീയ പക്ഷപാതപരമായ സ്വഭാവത്തിലുള്ളതാണ് എന്ന തീർപ്പിലെത്തുന്നത്? ആ ഓർഡറിൽ അങ്ങനെയാണോ അത് പറഞ്ഞിരിക്കുന്നത്? അങ്ങൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 100 വർഷത്തെ ചരിത്രം അവതരിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലവർ പറഞ്ഞിരിക്കുന്നത് ചില ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ, ഇടതുപക്ഷ ഈ മേഖലയിലെ ഇടതുപക്ഷ സംഘടനകൾ ആ പ്രത്യയശാസ്ത്ര ഇതിന് പ്രാമുഖ്യമുള്ള പരിശോധനകൾക്ക് ഇനിയും വിധേയമാക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്യണം എന്നാണ്. ഇവിടെ യഥാർത്ഥ ഇടതുപക്ഷമോ ഇപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെയോ പോലും ഇവർ ഉയർത്തിക്കാട്ടുന്നില്ല എന്ന കാര്യം നമുക്കറിയാം. എന്താണ് സിപിഎമ്മിന്റെ നിലപാട് ഈ വിഷയത്തിൽ? പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തി എന്ന നിലയ്ക്ക് ഷാജർ ഖാൻ 100 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ അന്നു മുതൽ തന്നെ ഒരു മാർക്സിസ്റ്റ് വിജയഗാഥ രചിക്കുക സാധ്യമേ അല്ല, അല്ലേ? നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം, പിന്നെ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനം, പിന്നെ ആ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ വിഘടിച്ചു വരുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, പിന്നെ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പിന്നെ ആ പാർട്ടി പിളർന്നതിന് ശേഷമുള്ള ഇടതുപക്ഷത്തിൻ്റെ നീക്കങ്ങൾ, ഇങ്ങനെയാണല്ലോ ചരിത്രസന്ധികൾ 100 വർഷമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുത്തക നിലനിർത്താനുള്ള ഒരു നീക്കമായി ആഗ്രഹിച്ചാൽ പോലും ചരിത്രപരമായി സാധ്യമല്ല. അല്ല, പക്ഷേ ഇതിനകത്ത് സങ്കുചിതമായ വീക്ഷണം ഇപ്പോൾ നമ്മൾ ഓരോ വിഷയത്തിലും കാണുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന ആദ്യത്തെ ഈ ഓർഡറിൻ്റെ പ്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 20 ലക്ഷം രൂപ അതിന് അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇയർമാർക്ക്ഡ് ഫോർ എ പ്രോജക്റ്റ് ടൈറ്റിൽഡ് കേരള സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് എൻസൈക്ലോപീഡിയ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് പിന്നെ ചില പ്രത്യേക വീക്ഷണം എന്ന പദം പ്രയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമൂഹം, രാഷ്ട്രീയം, വികസനം, പ്രസ്ഥാനങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, കലാ, സാഹിത്യം, സംസ്കാരം, മാധ്യമരംഗം, ഇങ്ങനെ വ്യക്തിത്വങ്ങൾ, ഇങ്ങനെ 4-5 കാറ്റഗറികളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആ ചരിത്രം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം. ഇപ്പോൾ കേരള സർവകലാശാല അങ്ങനെ ശരിയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവും 100 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രവും അടയാളപ്പെടുത്തുന്ന, രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിൽ തന്നെ ഇടതുപക്ഷ മുന്നേറ്റങ്ങളുടെ ഒരു ചരിത്രം അവതരിപ്പിക്കുന്ന ഒരു നിഘണ്ടു തയ്യാറാക്കപ്പെടുകയാണെങ്കിൽ നമുക്കത് സ്വാഗതം ചെയ്യാൻ പറ്റും. പക്ഷേ CPM ഏത് കാര്യത്തിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ഏത് കാര്യത്തിലാണ് വളരെ കൃത്യവും വ്യക്തവും
ഇടതുപക്ഷീയമായ ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. മാർക്സിസത്തെ സംബന്ധിച്ച അവരുടെ കാഴ്ചപ്പാട് ഇപ്പോൾ എന്താണ്? മാർക്സിസം പോലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധ്യമല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദം രാജ്യത്ത് സാധ്യമല്ല എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ മാസ്റ്ററാണല്ലോ ഇപ്പോൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിൻ്റെ രാഷ്ട്രീയമായ വശങ്ങൾ. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ വികലമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 57-ൽ EMS വന്നതിന് ശേഷമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തിന് അയ്യങ്കാളിയുടെയും പണ്ഡിറ്റ് കറുപ്പിൻ്റെയും കുമാരനാശാൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ചരിത്രം പോലും മറച്ചു വെച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ തന്നെ. ആ നവോത്ഥാന ചരിത്രം പോലും യഥാർത്ഥ ചരിത്രം പോലും ഉയർത്തി കാണിക്കുവാനോ സമീപ കാലത്ത് വരെയുള്ള അവരുടെ പ്രവർത്തന രീതികൾ നമ്മൾ കണ്ടതാണല്ലോ. അവർ മറ്റൊരു ചരിത്രമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വസ്തുതകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും. യഥാർത്ഥ ഷാജർ ഖാൻ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ സമിതി എന്നാണ് അറിയാൻ കഴിയുന്നത്, ശരിയാണോ? ചാൻസലറെ സംബന്ധിച്ച് നമ്മൾ ചാൻസലർ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. കാരണം ഇത് ഈ പറയുന്ന 10 കോടി രൂപ ഇപ്പോൾ ഫണ്ട് ക്രൈസിസിൽ നേരിടുന്നു. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനമായി സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലയ്ക്ക് ഇതൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം ഒരു പ്രയോറിറ്റി ക്വസ്റ്റ്യൻ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മലയാള മഹാനിഘണ്ടുവിൻ്റെ പ്രവർത്തനം എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വളരെ അക്കാദമിക്കായ ഒരു കാര്യത്തെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും നിങ്ങൾ സമീപിക്കുന്ന ചാൻസലർ അതിനെ ദുരുപയോഗിക്കാനുള്ള സാധ്യതയില്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം അത്തരം ഒരു ഏറ്റുമുട്ടൽ കാണുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഇന്ധനമായിരിക്കുന്നത് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങൾ തന്നെയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ K അനിൽകുമാറുമായി സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ K അനിൽകുമാർ, ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനൊരു മാർക്സിസ്റ്റ് വിജ്ഞാന കോശം രചിക്കാൻ അടിയന്തര താല്പര്യത്തോടുകൂടി നീങ്ങുന്നതിൻ്റെ നീതീകരണം എന്താണ്? മാർക്സിസം സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ SUCയുടെ നേതാവ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അസംബന്ധമാണ്. അദ്ദേഹം മാർക്സിസ്റ്റുകാരനല്ല, അദ്ദേഹം മാർക്സിസ്റ്റ് വിരുദ്ധനാണ്. ഞങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ ഉപേക്ഷിച്ചെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കെട്ടുകഥയാണ്. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നു. ലോകമെമ്പാടും മാർക്സിസ്റ്റ് വിജ്ഞാനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ സോഷ്യലിസം എന്ന വിഷയത്തെക്കുറിച്ചാണ്, 21-ാം നൂറ്റാണ്ടിലെ മൂലധനം എന്ന വിഷയത്തെക്കുറിച്ചാണ് തോമസ് പിക്കറ്റി വിഖ്യാതമായൊരു പുസ്തകം എഴുതിയിരിക്കുന്നത്. മാർക്സ് മൂലധനം എഴുതിയ ശേഷമുള്ള 150 കൊല്ലക്കാലത്തിന് ശേഷം എത്രത്തോളം പ്രവാചക സദൃശ്യമായി മാർക്സ് അത് എഴുതി എന്ന് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. വിശ്രുതന്മാരായ ധാരാളം പണ്ഡിതന്മാർ മാർക്സിസത്തെ കുറിച്ച് ലോകമെങ്ങും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസത്തെ കുറിച്ചൊരു സർവകലാശാല പഠിക്കാൻ പാടില്ല. പിന്നെ പഠിക്കേണ്ടത് എന്താണ്? ഇടതുപക്ഷമാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്തായിരിക്കും? അതുകൊണ്ട് ഇവരാരും തരുന്നത് നോട്ട് വെച്ചിട്ടല്ല ഇടതുപക്ഷം കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് പോയി എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം അതിനേക്കാൾ അസംബന്ധമാണ്. ഇന്ത്യ രാജ്യത്ത് പിന്നെ ഇടതുപക്ഷമായിട്ട് ആരെയാണ് അദ്ദേഹം കാണുന്നത്? SUC കാണുന്ന ആരെയാണ്? മാവോയിസ്റ്റുകളെയോ? ഇടതുപക്ഷം കേരളത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പട്ടിണിയില്ലാത്ത കേരളം ഉണ്ടാക്കാൻ നോക്കുന്നത്, എല്ലാവർക്കും വീട് കൊടുക്കുന്ന കേരളം ഉണ്ടാക്കാൻ നോക്കുന്നത്, ഇന്റർനെറ്റ് ഡിവൈഷൻ ഇല്ലാത്ത ഒരു കേരളം ഉണ്ടാക്കാൻ നോക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വിജ്ഞാനവൽക്കരിക്കാൻ നോക്കുന്നത്. ഇതൊക്കെയാണ് ബദൽ. പിന്നെ ഇടതുപക്ഷമാകണമെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ കോർപ്പറേറ്റ് പ്രീണനം പാടില്ല എന്നൊരു നയമുണ്ട്. ഞങ്ങളൊരു കോർപ്പറേറ്റുകളെയും കേരളത്തിലേക്ക് കയറ്റുന്നില്ല. പൊതുമേഖലയെ സംരക്ഷിക്കുന്ന കേരളം, ഇവിടുത്തെ സാധാരണക്കാരന് കൂലി വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ബദൽ, ഇതൊക്കെയല്ലേ ബദൽ. അതല്ലാണ്ട് എന്ത് ഇടതുപക്ഷത്തെ കുറിച്ചാണ് ഇവർ വാചകടിക്കുന്നത്? പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കേരളം ഇതുപോലെ രൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പങ്ക് ചെറുതാണ്. മാർക്സിസ്റ്റ് വൈജ്ഞാനിക ശാഖയ്ക്കും അതിന്റെ പ്രയോഗപരതയ്ക്കും കേരളം നൽകിയ സംഭാവന എന്താണ്? 57-ലെ EMSന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമം, ഭൂപരിഷ്കരണം, അതിനെതിരായി നടന്ന വിമോചന സമരം, അതനുഭവിച്ച മനുഷ്യർ ഈ നാട്ടിലില്ലേ? നേട്ടം കിട്ടിയവരില്ലേ? കുടികിടപ്പ് സമരം ഈ നാട്ടിൽ നടന്നില്ലേ? അത് നേട്ടം കിട്ടിയ മനുഷ്യരില്ലേ? വിദ്യാഭ്യാസ വ്യാപനമില്ലേ? ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ജീവിത നിലവാര സൂചികയിലും ആരോഗ്യ സൂചികയിലും ഹാപ്പിനെസ് ഇൻഡെക്സിലും കേരളം 1-ാം സ്ഥാനത്ത് വന്നത് ഇവിടെ നടന്ന പോരാട്ടമാണ്. ആ പോരാട്ടം സംസ്ഥാന തലത്തിൽ നടന്നു, താഴെ തലങ്ങളിൽ നടന്നു,
അതിൽ പ്രാദേശികമായി എത്രയോ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടാവും. അതിന് പ്രാദേശിക ചരിത്രം പഠിക്കണം. ആ പ്രാദേശിക ചരിത്രം ഗുരുദേവൻ ആരംഭിക്കുന്നതല്ല, അതിനു മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. രാജവാഴ്ചക്കെതിരായ സമരമാണ്. പുന്നപ്രവരാറുണ്ട്, എത്രയോ സമരങ്ങളുണ്ട്, നവോത്ഥാന സമരങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ അതെല്ലാം പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഉടനെ ഇവിടെ എല്ലാവർക്കും ആശങ്കയാണ്. പിന്നെ എന്ത് വേണം? 8 ലക്ഷം പേര് സംസാരിക്കുന്ന സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടിയാണ് 668 കോടി രൂപ ഇന്ത്യ സർക്കാർ നടപ്പാക്കുന്നത്. 8 ലക്ഷം പേരുടെ സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടി 668 കോടി. ഈ ഇടതുപക്ഷ വായാടികൾ അതൊന്നും എതിർത്ത് കാണുന്നില്ലല്ലോ. സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ ഇവരാരും എതിർത്ത് കാണുന്നില്ലല്ലോ. അപ്പൊ SUCയുടെ നേതാവ് അവരുടെ രാഷ്ട്രീയം മാർക്സിസ്റ്റ് പാർട്ടിക്കും LDFനും എതിരായി പ്രചരിപ്പിക്കുകയാണ്. ആ പ്രചരിപ്പിക്കുന്നതിൽ അത്ര വസ്തുതയുണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടാമത് ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വന്ന ഗവർണറുമായി ബന്ധപ്പെട്ടാണ്. അതിൽ CPMന്റെ നിലപാട് പറയാൻ സമയമുണ്ടെന്ന് ഞാനിപ്പോ പറയാം, ഇല്ലെങ്കിൽ പിന്നീട് പറയാം. സാർ, ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നു സർവകലാശാല. 10 കോടിയാണ് അതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. 30 ലക്ഷം സർവകലാശാലയുടെ ബജറ്റിൽ പ്രാരംഭ നടപടികൾക്കായി നീക്കിവെച്ചിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഷാജർ ഖാൻ ചൂണ്ടിക്കാട്ടുന്ന ഈ പ്രയോറിറ്റി എന്ന് പറയുന്ന പ്രശ്നം പരിഗണിക്കുമ്പോൾ ശരിയാണോ? കാരണം നമ്മെ സംബന്ധിച്ച് ഈ മഹാനിഘണ്ടുവിൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കാൻ കഴിഞ്ഞില്ല, അപൂർണമാണ്. അപ്പോൾ ഒരു വലിയ പദ്ധതി ഏറ്റെടുത്തത് പൂർത്തീകരിക്കുക എന്ന സ്വാഭാവികതയിൽ ഊന്നൽ കൊടുക്കാതെ അസ്വാഭാവികമായൊരു നീക്കം നടക്കുന്ന ആരോപണത്തിന് വഴിവെക്കുന്ന ഒരു കാര്യമുണ്ടാകുന്നു. അതിനോടുള്ള മറുപടി. കേരളത്തിലെ ട്രേഡ് യൂണിയൻ എന്നോടാണോ? അതെ അതെ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരംഭിക്കുന്നില്ല, അത് ഗുരുദേവനിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഗുരുദേവൻ തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞ ഏത് കാലത്താണ്? അത് ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് സമര ഫണ്ട് കൊടുത്ത ആളാണ് ഗുരുദേവൻ. അപ്പൊ സമരങ്ങളിലേക്ക് കേരളം നീങ്ങിയത് 1924 നൂറ്റാണ്ട് തികയാൻ പോവാണ്. അതിന് ഗുരുദേവൻ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? നമ്മുടെ നാട്ടിലെ എല്ലാ സമര രൂപങ്ങളും വികസിച്ചു വരണം എന്നുള്ളത് ഈ കേരളത്തിന്റെ ഇന്നത്തെ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ ചോദിച്ച ചോദ്യം അങ്ങ് വ്യക്തമായി കേട്ടില്ല എന്ന് തോന്നുന്നു. മഹാനിഘണ്ടു, ശൂരനാട് പോലെയുള്ള വലിയ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത് കുറ്റമറ്റ രീതിയിൽ നടത്തി വന്ന മഹാനിഘണ്ടുവിൻ്റെ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് കുറ്റമറ്റതാക്കാനും കഴിയുന്നില്ല. അതിനൊക്കെ വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്ന് പറയുക, അതിൻ്റെ മേൽ നടപടികൾ എടുക്കാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായി പൂർത്തിയാക്കേണ്ടിയിരുന്ന ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി വളരെ അസ്വാഭാവികമായി ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ഫണ്ട് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അത് ഏകപക്ഷീയമായി ഉള്ളൊരു ചരിത്രരചന സർക്കാർ ചെലവിൽ നടത്താൻ പോകുന്നു എന്ന വിമർശനത്തിന് വഴിവെക്കുന്നു. അത് ഒഴിവാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? SUCയുടെ നേതാവ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്നൊരു വ്യാജ സംഘടന ഉണ്ടാക്കി അതിന്റെ മറവിൽ ഈ സർക്കാരിനെതിരെ അപമാനങ്ങളും ആക്ഷേപകരങ്ങളുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നിഘണ്ടുവും ഉപേക്ഷിക്കാൻ സർക്കാരിന് തീരുമാനമില്ല. പിന്നെ നമ്മളൊരു കാര്യം ചെയ്തു വരുമ്പോൾ ആ ചെയ്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. നിഘണ്ടുക്കൾ പൂർത്തീകരിക്കേണ്ടത് കേരളം എന്ന് പറയുമ്പോൾ മലയാള ഭാഷയ്ക്ക് ഏറ്റവും ഉയർന്ന പദവി കൊടുക്കുന്ന ഒരു നിലയാണല്ലോ കേരള സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു വാദം ജയിപ്പിക്കാൻ വേണ്ടി മറ്റതില്ല എന്ന് ഇവര് വ്യാജം പറയുന്നതാണ്. മലയാള ഭാഷയെ അവഗണിക്കുകയും മലയാള ഭാഷയെ മാറ്റി തീർക്കുകയും ചെയ്യുന്ന തെറ്റായ ഒരു നില, മാറ്റിവെക്കുകയും ചെയ്യുന്ന നില കേരള സർക്കാരിനില്ല. ശരി ശരി ശരി, വ്യക്തം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ P. കൃഷ്ണദാസ്, ഇവിടെ ആവർത്തിച്ച് ശ്രീ K. അനിൽകുമാർ SUCI എന്ന് പറയുന്നത് യാദൃച്ഛികമല്ല. അത് അവരുടെ രാഷ്ട്രീയ നിലപാട് നിലയിൽ അവർ ഈ വിഷയത്തെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അത്തരമൊരു മൂടുപടം വേണ്ട, യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ, യൂണിവേഴ്സിറ്റി സേവ് യൂണിവേഴ്സിറ്റി സമിതി എന്ന് പറഞ്ഞൊരു മൂടുപടം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കർക്കശമായ നിലപാടെടുക്കുന്നത്, CPM ഒരു നിലപാടെടുക്കുന്നത്. എന്ന് മാത്രമല്ല, അത് ഏത് തരം കൂട്ടായ്മയാണെന്നും അവർ പൊതുസമൂഹത്തോട് ഇപ്പോൾ പറയുന്നുമുണ്ട്. അത് കോൺഗ്രസ്, BJP, തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം ചേർന്നൊരു സംഘടനയാണ്. ശ്രീ ഷാജർ ഖാൻ, അപ്പോൾ ഇത്തരമൊരു ആക്ഷേപം നിങ്ങൾക്കെതിരെ ഉയർന്നു വരുമ്പോൾ അതിനുള്ള മറുപടി എന്താണ്? അല്ല, ഇതൊക്കെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ്? രാഷ്ട്രീയമായി ഞാൻ SUCI ആണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ക്രമക്കേടുകളും അഴിമതികളും തടയുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിലാണ്
നമ്മൾ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബന്ധു നിയമനങ്ങളാകട്ടെ, അഴിമതിയാകട്ടെ, അത്തരം കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ SUCI എന്നാണ് ശ്രീ അനിൽകുമാർ. ശ്രീ കൃഷ്ണദാസ്, ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ കൃഷ്ണദാസ്, ഷാജർ ഖാൻ അങ്ങേക്ക് തുടരാം. ക്ഷമിക്കണം എന്നോട്, ഷാജർ ഖാൻ അങ്ങേക്ക് തുടരാം. ഓക്കെ. അതായത് ഇപ്പോൾ അനിൽകുമാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ചെയ്തികളെ ന്യായീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം വാദങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായി പറയുന്നു. അതിനകത്ത് ഒരു വിരോധമില്ല. അങ്ങനെ പറയുന്നതിനകത്ത് ഒരു വിരോധമില്ല. അത് നമ്മളത് മറച്ചു. പക്ഷേ ഷാജർ, നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ഇതിലൊരു ക്യാമ്പയിനിങ് കമ്മിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ഞാൻ മറച്ചു വെച്ചിട്ടുമില്ല. പക്ഷേ SUCIയുടെ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കാത്ത ഒരു കൂട്ടർ, SUCIയുടെ രാഷ്ട്രീയമല്ല, ഇപ്പോൾ അക്കാദമിക് മേഖലയിലെ എന്താണ് അഴിമതിക്കെതിരെ ഞങ്ങൾ നീങ്ങുകയാണ്, ദുഷ്ചെയ്തികൾക്കെതിരെ ഞങ്ങൾ നീങ്ങുകയാണെന്ന് പറയുമ്പോൾ ഏറ്റെടുക്കാൻ കൂടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സെക്കൻഡ്, അത് ഏറ്റെടുക്കാൻ മറ്റൊരു കൂട്ടരുണ്ട് എങ്കിൽ സ്വന്തം രാഷ്ട്രീയം പറയുന്നതിനേക്കാൾ അപകടകരമായ മേഖലയിലാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കോടാലി കൈയാകുന്നുവെങ്കിൽ ശ്രീ ഷാജർ ഖാൻ. വേണു, ആരുടെയും കോടാലി കൈയായിട്ടല്ല. ഒരു സ്വതന്ത്ര പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ, സർവകലാശാലകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒരു വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കുന്നു എന്ന് പ്രവർത്തനങ്ങളല്ല. ഞാൻ വരാം ഷാജർ ഖാൻ. ഭാസുരേന്ദ്രബാബു അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. ശ്രീ ഭാസുരേന്ദ്രബാബു അങ്ങ് ചർച്ച കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഭാസുരേന്ദ്രബാബു, അതൊന്ന് അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കാമോ ഭാസുരേന്ദ്രബാബു? കേൾക്കാം. ഇവിടെ നടന്ന ചർച്ച അങ്ങ് കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയും ചെയ്യുകയാണ്. ഇവിടെ നടന്ന ചർച്ച ഞാൻ ഏകദേശം ശരി. എന്തായാലും ശ്രീ K. അനിൽകുമാർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഷാജർ ഖാനെ SUCI നേതാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്. ഞാനത് ഒരു തെറ്റായൊരു ചോദ്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അതങ്ങനെ ഫ്രേസ് ചെയ്യുന്നതിൽ, അദ്ദേഹം ആ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിക്കുന്നതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാടുണ്ട്. ഇപ്പോൾ CPM എടുത്തിരിക്കുന്ന ഒരു നിലപാട് കൂടിയാണത്. ഷാജർ ഖാന്റെ സംഘടന എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തീവ്ര നിലപാടുകാരും എല്ലാം ചേർന്ന് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് അവരുടെ വിമർശനം. ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, അങ്ങയുടെ രാഷ്ട്രീയ ഭൂതകാലം കൂടി ഓർത്തുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു അന്ന്. ഒരു ഘട്ടത്തിൽ ജനകീയ സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഒരു പ്രവർത്തന രംഗത്തേക്ക് അങ്ങ് ചുവടുമാറ്റുന്നുണ്ട്. അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏറ്റെടുത്ത ഒരു ജനകീയമായൊരു സമരമുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 11 ഡോക്ടർമാർ അഴിമതിക്കാരാണ് എന്ന രൂപത്തിലൊരു ലിസ്റ്റ് എടുക്കുകയും അതിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനെ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അല്ലേ? അത് പൊതുസമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യവുമായിരുന്നു. അപ്പം നിങ്ങളുടെ തീവ്ര രാഷ്ട്രീയം ഒരു വശത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനകീയ വിചാരണയുടെ ജനാധിപത്യ സ്വഭാവത്തെ, സിവിൽ സമൂഹത്തിന് അത് നൽകിയ ഇടപെടൽ ശേഷിയെ നമുക്കെങ്ങനെ ലഘൂകരിച്ച് കാണാൻ കഴിയും? ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം ഭാസുരേന്ദ്രബാബു. വേണു പറഞ്ഞത് എനിക്ക് പൂർണ്ണമായും കേൾക്കാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞാണ് അത് വരുന്നത്. ഇവിടുത്തെ തകരാറ് കൊണ്ടല്ല. അപ്പൊ അത് പറഞ്ഞാൽ മതി, ഒന്ന് ശരിയാക്കുക. ഇവിടുത്തെ കണക്ടിവിറ്റിയിലുണ്ടാവുന്ന പ്രശ്നമായിരിക്കണം. മുറിഞ്ഞാണ് വരുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പം ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അവർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അറിവാണ്. അങ്ങനെ വരുമ്പം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പോലെ ഓരോരുവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അതിൽ മോശമായിട്ടൊന്നുമില്ല. പക്ഷെ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പം ഒരാളുടെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞ് അഭിപ്രായം പറയാം. ഇപ്പൊ ഷാജിർ ഖാൻ SUCIക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് തെറ്റാണ്. അദ്ദേഹം ഒരു SUCIക്കാരനാണ് എന്ന് അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം അതിനകത്ത് അപാകമൊന്നുമില്ല. മറ്റൊരു
രീതിയിലും സംഘടനയുടെ ഭാരവാഹിയായിട്ട് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അതും കുഴപ്പമല്ല. പക്ഷേ SUC കാരനല്ലാത്ത ഒരു കാര്യം ഇല്ല, അദ്ദേഹം SUC കാരൻ തന്നെയാണ്. കാരണം അത് പറയുന്നതിന് കാരണം വേണു ചരിത്രത്തെ അല്ലെങ്കിൽ CPM എന്ത് മാർക്സിസ്റ്റാണ് എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ SUC കാരനാണ് CPM-നെ വിമർശിക്കുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. അതിന് ഇപ്പൊ ഇവിടെ എന്താ തർക്ക പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ ആകെയുള്ളത് ഒരു ചരിത്ര നിർമ്മാണത്തിന് ഇടതുപക്ഷ സർക്കാരിന്റെ ആഭിമുഖ്യത്തിലുള്ള അല്ലെങ്കിൽ അതിന് സ്വാധീനമുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേക വിഭാഗത്തെ ചുമതലപ്പെടുത്തപ്പെടുന്നു. സ്വാഭാവികമാണ്. ഗവൺമെന്റുകൾ മാറുമ്പോൾ യൂണിവേഴ്സിറ്റികളുടെ വീക്ഷണങ്ങളും മാറാറുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല. 100 വർഷത്തെ ഒരു ചരിത്രമാണ് രചിക്കുന്നത്. ചരിത്രം രചിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല വിമർശനങ്ങൾ നമുക്ക് ചരിത്രത്തിന്റെ കാര്യത്തിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട മഹത്തായ ആളുകളുടെ ഇടയിൽ വളരെ പ്രധാനിയാണ് കാറൽ മാർക്സ്. അദ്ദേഹത്തിന്റെ ചരിത്രപരമായ രീതികളാണ് നമ്മളൊക്കെ ഇപ്പോൾ പിന്തുടരുന്നത്. ബൂർഷ്വാസി പോലും പിന്തുടരുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല. അത്രത്തോളം ഒരു സവിശേഷമായ ഒരു രീതിയാണ് അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയും ഭൗതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നു. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തെ മാർക്സിയൻ ഭൗതിക വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ പതറുന്നത്? എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. ഇത് ഇന്ന് എഴുതി നാളെ വരുന്നതല്ല. എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർത്താം. ഒരു ചരിത്ര രചനയാണ്. ഇടതുപക്ഷത്തിന്റെ ഈ കഴിഞ്ഞ 100 വർഷത്തിലെ കേരളത്തിലെ ഇടപെടലുകളാണ് പറയുന്നത്. വളരെ നല്ലൊരു കാര്യമല്ലേ? ആ ഇടപെടലുകൾ പറയുമ്പോൾ കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു. അത് എവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നു? അങ്ങനെ എത്തി നിൽക്കുന്നതൊക്കെ പറയുമ്പോൾ ഭിന്നാഭിപ്രായമുണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഒരു ചരിത്ര രചന, ഭൗതിക സ്വഭാവത്തോടു കൂടിയ ഒരു ചരിത്ര രചന ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നത് വേണു. അതിന് കാരണം വളരെ വളരെ വികലമായ ഒരു ചരിത്ര രചനാ രീതി ഇന്ത്യയിൽ ഇപ്പോൾ ശക്തിപ്പെടുന്നുണ്ട്. BJP-യുടെ അടിസ്ഥാനത്തിൽ മിത്തുകളെ ആശ്രയിച്ചുകൊണ്ട് ആണ് ഈ ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന രീതി മിത്തുവൽക്കരിക്കുകയാണ്. ശരിക്കും മിത്തിഫൈ ചെയ്യുകയാണ് ചരിത്രത്തെ. അങ്ങനെ യഥാർത്ഥ ചരിത്രത്തെ വികലമാക്കിക്കൊണ്ട് മിത്തുകൾ ഉപയോഗിച്ച് ഒക്കെ കാര്യങ്ങൾ മാറ്റുകയും വലിയ വലിയ പഴയ ദൈവങ്ങളെ എടുത്ത് ചരിത്രം നിർമ്മിച്ച അതിരഥന്മാർ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുകയും അതിൻ്റെ മേൽ പുതിയ കലഹങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇതാണ് യഥാർത്ഥ ചരിത്രം, ഇങ്ങനെയാണ് ചരിത്രം രചിക്കേണ്ടത്. അതിനുവേണ്ടി പണം മുടക്കുന്നതിൽ എന്താണ് അപാകം? എന്തെങ്കിലും അപാകം കാണുന്നുവെങ്കിൽ അത് വലിയ അപകടമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ഇത് ആവർത്തിച്ചു പറയുന്നത് സംഘികളാണ്, സംഘപരിവാർ വിഭാഗമാണ്. അവരുടെ ഒരു കോറസ് ഉണ്ട്, സമൂഹ ആലാപനമുണ്ട്. അതിൽ ഷാജിർ ഖാനൊന്നും പങ്കെടുക്കേണ്ട ആളല്ല അയാൾ. ആ അർത്ഥത്തിൽ നമുക്കിപ്പോൾ ഒരു ചരിത്ര രചന വന്നിരിക്കുന്നു. 2 കൈ നീട്ടി നമുക്കതിനെ സ്വീകരിക്കാം. അതിൽ അപഭ്രംശങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഇങ്ങനെ ഒരു ചരിത്ര രചനയെ ഞാൻ ശക്തം സ്വാഗതം ചെയ്യുന്ന ആളാണ്. ശരി, ശ്രീ K. അനിൽകുമാർ, നമ്മുടെ വിഷയം കുറച്ചൊരു വ്യത്യാസത്തിലേക്ക് പോകുന്ന രൂപത്തിലേക്കായത് താങ്കൾ ആ രൂപത്തിൽ ഇടപെട്ടതുകൊണ്ടാണ്. ശരി, ചർച്ച ആ രൂപത്തിൽ തന്നെ പോകട്ടെ. ഇവിടെ അങ്ങ് ഈ SUCയെയും ഇതൊരു മൂടുപടപ്പെട്ട സംഘടനയാണ് എന്നുമൊക്കെ സ്വന്തം പാർട്ടി നിലപാട് വിശദീകരിക്കുന്നതിൽ അപാകതയില്ല. പക്ഷേ പല വിരലുകൾ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ഒരു വിരൽ നമ്മുടെ നേരെയും ചൂണ്ടപ്പെടുമല്ലോ. ഇപ്പോൾ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ 1,00,000-ലധികം പേരെ അണിനിരത്തുമെന്നാണ് പറയുന്നത്. മുഴുവൻ പാർട്ടിക്കാരാണോ? അല്ല, ആ രൂപത്തിലല്ല നിങ്ങളതിനെ സങ്കല്പനം ചെയ്തിരിക്കുന്നത് പോലും, അല്ലേ? അക്കാദമിക് രംഗത്തുള്ളവർ, കലാരംഗത്ത്, സാംസ്കാരിക രംഗത്തുള്ളവർ, അങ്ങനെ ഒരു ജനാവലി, ഒരു പുരുഷാരം അവിടെ എത്തട്ടെ. ഒരു പൊതുമനസ് എന്താണ് എന്നത് അവിടെ ആവിഷ്കരിക്കപ്പെടട്ടെ. അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നവോത്ഥാന സമിതി നിങ്ങൾ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ്? CPM-ന് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാവുന്നൊരു കാര്യമല്ലേ? മനുഷ്യച്ചങ്ങലയും മനുഷ്യക്കോട്ടയും ഒക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഒറ്റയ്ക്ക് ചെയ്യാവുന്നതല്ലേ? അപ്പോൾ അങ്ങനെയല്ലാത്ത ഒരു ഇടപെടൽ
അല്ലേ? ഒരു പൊതുവായ ഒന്നിക്കൽ, അത്തരം രൂപങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറാമെങ്കിൽ കേരളത്തിലൊരു ചെറിയ സംഘടനയായ അവർക്ക് മറ്റ് പൊതു താല്പര്യങ്ങളിലേക്ക് കൂടി കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൂടാ എന്ന നിലപാടെടുക്കുന്നത് ശരിയാണോ? ഇവിടെ ബഹുമാനപ്പെട്ട ഷാജിർ ഖാൻ സേവി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ? ഈ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സർവകലാശാലയുണ്ട് പെരിയയില്. അവിടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി 5 പേരുടെ. ആ സെർച്ച് കമ്മിറ്റി കണ്ടെത്തിയ ആ 5 പേരെയും അതിൽ 1ാം സ്ഥാനക്കാരനെ അടക്കം കേന്ദ്ര സർക്കാർ നിയമിച്ചില്ല. കേന്ദ്ര മാനവശേഷി മന്ത്രാലയം വേറെ ആളുകളെയാണ് അവർ നിയമിക്കാൻ കണ്ടത്. ഇപ്പൊ 2 കേസാണ് ജസ്റ്റിസ് രാമചന്ദ്രന്റെ ബെഞ്ചിൽ അവിടെ വന്നിട്ടുള്ളത്. സർക്കാർക്കും അതിൽ താല്പര്യവും കണ്ടില്ല. ഇനി ഗുജറാത്തിലെ സർക്കാർ ഒരു പട്ടിക ഉണ്ടാക്കിയെന്നറിയാമോ? ഇന്ത്യ രാജ്യത്ത് സംസ്കൃത ഒരു സെക്കൻഡ് ശ്രീ അനിൽകുമാർ, ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്ത മുൻപൊരു അവസരത്തിൽ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവസരത്തിൽ ഇത്തരം ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി അപ്പോൾ പറഞ്ഞത് ആ പാവം ഷാജർ ഖാനെ ആ കാര്യത്തിൽ ഉപദ്രവിക്കരുത്, കാരണം അവിടെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്കെതിരെയൊക്കെ ഇവിടെ ഒരു ചെറിയ സംഘത്തിന് നിവേദനം കൊടുക്കുകയോ കാര്യങ്ങൾ ഒരു സമരമുഖം തുറക്കുകയോ ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു. അങ്ങേക്ക് തുടരാം. അതെ, നമുക്ക് ചരിത്രത്തിൽ പറയാമല്ലോ. കേന്ദ്ര സർക്കാർ സെർച്ച് ലിസ്റ്റിലെ 1ാമത്തെ ആൾ 2 കേസ് ഹൈക്കോടതിയിലുണ്ട്. ആ സർക്കാരാണ് അയക്കുവേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ, ഇവർ പരാതി കൊടുക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. അതായത് പണ്ടൊരു പറയുന്ന പോലെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാ? ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രം ചെയ്യുന്ന കാര്യം എന്താണ്? അപ്പൊ ഷാജിർ ഖാൻ ഇവിടെ ഏറ്റവും ആരാധനായി അവതരിപ്പിക്കുന്ന ഗവർണർ, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്തെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് സർക്കാർ ഒരു 85 ഇനങ്ങളാണ് ഒരു പാഠ്യവിഷയങ്ങളായി കണ്ടെത്തിയത്. പഠനമല്ല, ഗവേഷണ വിഷയങ്ങൾ. സംസ്കൃത ഭാഷയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരമാണ് ഗവേഷണ വിഷയങ്ങളായി അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മള് ഒരു ജനങ്ങളുടെ വികാസ ചരിത്രം, ആ ജനങ്ങളുടെ വികാസ ചരിത്രം സമര ചരിത്രമാണ്. ആ സമര ചരിത്രം ലോക്കൽ ഹിസ്റ്ററിയാണ്. ആ ലോക്കൽ ഹിസ്റ്ററി ഇന്ത്യ രാജ്യ ഗവൺമെന്റ് നടത്തൂല. ഇപ്പൊ കേരളത്തിലെ സർക്കാർ തന്നെ ഇന്ത്യ എടുത്ത് ഒരു ലോക്കൽ ഹിസ്റ്ററി ഉണ്ടാക്കുമ്പോൾ അവഗണിക്കാനാവാത്ത ലോക്കൽ ഹിസ്റ്ററിയാണ് ഇടത് രാഷ്ട്രീയത്തിനുള്ളത്. അതോടൊപ്പം കോൺഗ്രസിനടുത്ത് സമരം ഉണ്ടാകാം, നവോത്ഥാന സമരങ്ങൾ ഉണ്ടാകാം. അതൊന്നും മാറ്റി നിർത്താൻ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ വ്യക്തത വരുത്തേണ്ട കാര്യം, ഒരു കാള പെറ്റൂന്ന് കേട്ടാൽ കയർ വെക്കുന്ന കൂട്ടത്തിൽ ആ കയറിന്റെ കൊമ്പത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ഷാജിർ ഖാൻ അടക്കമുള്ള ആളുകൾ. എന്നിട്ട് സേവി യൂണിവേഴ്സിറ്റി ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയം മറച്ചു വെക്കുന്ന കപടതയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച മാർക്സിസ്റ്റ് വിരുദ്ധത ഞാൻ തുറന്നു കാട്ടുന്നുള്ളൂ. ഗവർണറുമായി ബന്ധപ്പെട്ട ഞാൻ അങ്ങേലേക്ക് വരാം സാർ. ഞാൻ വേഗം ഒരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്ക് കൂടി. പ്രസിദ്ധമാണ് AR നഗർ സർവീസ് സഹകരണ ബാങ്ക്. യാത്ര പോകുന്നു ഒരു മോനൂസി. നോർത്തിൽ അങ്ങനെ ഈ വി മോഹൻ എന്ന ആളെ നമ്മൾ ഉമ്മാക്ക് അക്കൗണ്ട് ഉണ്ടോ അവിടെ? അല്ലേ, ഇല്ല. ഉമ്മാക്ക് അക്കൗണ്ട് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ 20 lakhs വന്നത്? അത് അവരുടെ പേരിൽ അടിച്ചു പോയതാണ്. പിന്നെ അവിടെ എന്താ വെച്ചാൽ നമ്മൾക്കൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചീഫ് എന്നുള്ള നിലക്ക് സ്റ്റാഫിൻ്റെ പേരിൽ അത്രയും പ്രഷർ വരുന്നതുകൊണ്ടാണ് അത് ചെയ്തു പോണത്.
ക്വസ്റ്റ്യൻ അവർ തുടരുന്നു. BJP നേതാവ് പി കൃഷ്ണദാസിന് ഇപ്പോൾ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ നടന്ന ചർച്ചയൊക്കെ കേട്ടിരുന്നോ താങ്കൾ? എനിക്ക് കുറച്ച് ശരി. ഇപ്പൊ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ പുതിയ നീക്കത്തെ BJP എങ്ങനെയാണ് കാണുന്നത്? BJPയുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടാതിരിക്കുകയും കേരളത്തിൽ ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മാത്രം അറിയുകയും തുടർ നടപടികൾ അവർ മാത്രം എടുക്കുകയും ചെയ്യുന്നത് ഒരു അത്യത്ഭുതകരമായ ഒരു കാര്യമല്ലേ? എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം അത്, രാഷ്ട്രീയ പാർട്ടികളെല്ലാം അത് പിന്നെ തുടർന്ന് ഏറ്റെടുക്കുകയുമാണ് കണ്ടുവരുന്നത്. നിങ്ങളിലേക്ക് ശരി, ശ്രീ ഷാജർ ഖാൻ, എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് മാത്രം എത്തുന്നു. അത് യാദൃച്ഛികമാണോ, ഒരു അത്ഭുത സംഭവമാണോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത പലതും നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരമാണ് കിട്ടുന്നത് അല്ലേ? അതിലൊന്നും ഇവർക്ക് താല്പര്യമില്ല എന്നാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മാത്രം ആ താല്പര്യം ഇവർക്ക് പെട്ടെന്ന് ഉണരുന്നതാണോ? വേണു, ആദ്യം ഞാനൊരു കാര്യം വ്യക്തമാക്കിക്കോട്ടെ. അതായത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറയുന്നത് അത് കോൺഗ്രസിൻ്റെയോ BJPയുടെയോ SUCIയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പ്ലാറ്റ്ഫോം അല്ല. ആ രാഷ്ട്രീയമായ ഏതെങ്കിലും ഒരു കൂട്ടായ്മയും അല്ല. അതിനകത്ത് വ്യക്തത വേണം. അത് അക്കാദമികമായ അല്ലെങ്കിൽ സർവകലാശാല രംഗങ്ങളിലെ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോം മാത്രമാണ്. അതിനകത്ത് കൺഫ്യൂഷൻ വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ SUCയെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ SUCയാണ്. ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു അവ്യക്തതയുമില്ല. അത് വളരെ ഓപ്പണായിട്ടുള്ള കാര്യമാണ്. പക്ഷേ CPM ചെയ്യുന്നത്, നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം വിമർശനം ഉന്നയിക്കുന്ന ആളിൻ്റെ രാഷ്ട്രീയ ജാതകം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിൽകുമാറും അത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിലേക്ക് പോകുന്നത്. അതിലേക്കല്ല പോകേണ്ടത്. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ പരിശോധിക്കേണ്ടതായ ചില വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് മറുപടി പറയുകയാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം, കേരളത്തെ കേരളമാക്കിയത് ആരാണ്? കേരളത്തെ കേരളമാക്കിയത് അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം, ആധുനിക കേരളം രൂപം കൊണ്ടത്. അത് അനിഷേധ്യമായ ഒരു ചരിത്ര വസ്തുതയാണ്. പക്ഷേ അതിന് തുടർച്ചയായി ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ വരുമ്പോൾ CPM നയിച്ച ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വാസ്തവത്തിൽ ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സ്വാഭാവികമായ ഒരു പിന്തുടർച്ചക്കാരായി വളർന്നു വരാൻ കഴിയാതെ പോയി, അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയം മൂലം. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇനി സമകാലികമായ വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ വേണു ചോദിച്ചു, ഇപ്പോൾ നമുക്ക് മാത്രം ഈ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഞങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി വിഷയങ്ങളിൽ ജാഗരൂകരാണ്. അത് സ്വതന്ത്രമായി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു, അന്വേഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കേന്ദ്ര സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഞാൻ അതിലേക്ക് വരാം, അതും ഞാൻ വരാം. ഞങ്ങളിപ്പോൾ ദേശീയ തലത്തിൽ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുക. മോദി സർക്കാരിൻ്റെ വളരെ വികലമായ, വളരെ വിപുൽക്കരമായ ദേശീയ വിദ്യാഭ്യാസ നയം 2020, അതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയാണ്. ഞാനും കൂടി ഭാഗമായിട്ടുള്ള ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ CPM നിർഭാഗ്യവശാൽ ഈ മോദി സർക്കാരിൻ്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ണൂർ സർവകലാശാല അടക്കം ഈ സവർക്കറുടെ പാഠങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചതാരാ? ആരാണ് പിന്നെ RSS നേതാവിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്? അതൊക്കെ കണ്ണൂർ സർവകലാശാല മാത്രമല്ല, ഈ കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം A to Z കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതിനെതിരായി ഇപ്പോൾ എത്രയോ നിവേദനങ്ങൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കേണ്ടായി. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർവകലാശാലയിൽ ഉണ്ടാകുന്ന മോദി സർക്കാരിൻ്റെ അജണ്ടകൾക്കനുസരിച്ച് വരുന്ന നയങ്ങളെ, നിലപാടുകളെ അതിനിശ്ചിതം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ്. പക്ഷേ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ ലെവലിലുള്ള ഒരു മൂവ്മെൻറ്റുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്താണ് RSSൻ്റെ അജണ്ടയോടൊപ്പമാണ് ഈ CPM എന്ന കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി ഗവർണറുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഗവർണറും ഈ CPM സംസ്ഥാന സർക്കാരും തമ്മിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഭിന്നതകളുണ്ടോ? എനിക്ക് സംശയമാണ്. അതിനകത്ത് വളരെ വ്യാജമായ ഒരു സംഘടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് വളരെ വസ്തുതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സന്ദർഭങ്ങളിലും ഈ ഗവർണർ ഈ CPMൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്കും അവരുടെ ഡിമാൻഡുകൾക്കും കീഴ്വഴങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനമാകട്ടെ, അത് പിന്നെ കാലടി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നിയമനമാകട്ടെ, അതൊക്കെ ചട്ടലംഘനമാണെന്നറിയാം. അറിയാത്തയാളല്ല ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ അദ്ദേഹം സൗകര്യപ്രദമായി അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനിയും ഇപ്പോൾ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ പോലും
കോംപ്രമൈസ് ചെയ്യും, അതിനകത്ത് ഒരു തർക്കമില്ല. ശരി, ഞാൻ വരാം. ഇപ്പോ പി കൃഷ്ണദാസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണദാസ്, നേരത്തെ എന്റെ ചോദ്യം കേട്ടെങ്കിൽ അങ്ങേക്ക് മറുപടി പറയാം. ശ്രീ വേണു, കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ സജീവമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ സർവകലാശാലകളിൽ സ്വജനപക്ഷപാതത്തോടുകൂടിയുള്ള നിയമനങ്ങൾ നടക്കുമ്പോൾ, അതുപോലെ തന്നെ സർവകലാശാലകളുടെ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം BJP ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ, അത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അതേ വിഷയം തന്നെ ഉയർത്തിയിട്ടുണ്ട്. BJP അതിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് പൊതുസമൂഹത്തിൽ സമരത്തിന്റെ രൂപത്തിലായിട്ടാണെങ്കിലും ഇനി അതല്ല ബോധവൽക്കരണത്തിന്റെ രൂപത്തിലായിട്ടാണെങ്കിലും എല്ലാം ഈ സർക്കാർ ചെയ്യുന്ന സ്വജനപക്ഷപാതത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അഴിമതി നിറഞ്ഞ പ്രത്യേകിച്ച് യോഗ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാലകളിൽ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം BJP ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലും നേരത്തെ വേണു ഉന്നയിച്ച വിഷയത്തിൽ തന്നെയും ഒരു സംശയവും വേണ്ട, BJP ശക്തമായിട്ടുള്ള നിലപാടുകൾ തന്നെ ആ കാര്യത്തിൽ സ്വീകരിക്കുമെന്നല്ല, അതിനൊരു തർക്കവുമില്ല. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മാർക്സിസ്റ്റ് അതല്ലെങ്കിൽ ഇടതുപക്ഷ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മിതിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 1957 ഗവൺമെന്റിന് ശേഷം എത്ര തവണയാണ് ഈ നേരത്തെ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ വലിയ പങ്ക് വഹിച്ചു എന്ന് പറയുന്ന ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു ആശയപരമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ഇടപെടൽ എപ്പോഴെങ്കിലും ഇടതുപക്ഷം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് അയ്യങ്കാളിയുടെ കാലഘട്ടത്തെ സംബന്ധിച്ച്, ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദന്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിഷയങ്ങൾ, കേരളത്തിലെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും, ഈ തരത്തിൽ എല്ലാ മേഖലകളിലുമുള്ള, അത് ഞാൻ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി നവോത്ഥാന പ്രക്രിയകളും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പുതുരചനയ്ക്ക് വേണ്ടി നടന്നിട്ടുള്ള നടപടികളിലും ഇടതുപക്ഷത്തിന് പങ്കില്ല എന്നുള്ള പാടിയുള്ള ഒരു വിമർശനമല്ല ഞാൻ ഉന്നയിക്കുന്നത്. അതിൽ അവരുടെ രചനക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ള അവർ തന്നെ വിലയിരുത്തേണ്ടതാണ്. പിന്നെ ചരിത്രം നിർമ്മിക്കുക എന്നുള്ളത്, ചരിത്രം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യം നേരത്തെയും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള നിലപാടിന്റെ ഭാഗമാണ്. അത് നെഹ്റുവിയൻ കാലഘട്ടം മുതൽ, അങ്ങനെ നെഹ്റുവിന്റെ കാലഘട്ടത്തിലും അതേ സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസുകാർ അവരുടേതായിട്ടുള്ള ചരിത്രം നിർമ്മിക്കാൻ പറ്റുന്ന ശ്രമങ്ങൾ നടത്തുന്നു. അപ്പൊ ആ ഒരു പരമ്പര തുടർന്നു വരുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ പുതിയ കാല ചരിത്രം സ്വീകരിച്ചാൽ ആരായിരിക്കും അവരുടെ എല്ലാം ഉദാഹരണമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്? ശ്രീമാൻ തോമസ് ഐസക്കോ, ശ്രീമാൻ ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉയർന്നു വരുന്ന സമകാലിക ആരോപണങ്ങളെ മറന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുക, അല്ലെങ്കിൽ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുക? ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടി ചെയ്യുന്ന നയപരമായ ഇടപെടലുകൾ, ആ നയപരമായ ഇടപെടലുകൾ നമ്മൾ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇതിലൊക്കെ എന്ത് ചോദിക്കാനാണ്? ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് മറുപടി പറയാം. ഈ സ്വപ്നയുടെ വിവാദമൊക്കെ പ്രധാനപ്പെട്ട ചരിത്ര രേഖകളായി എഴുതപ്പെടണം എന്നൊക്കെയാണ് ശ്രീ കൃഷ്ണദാസ് പറയുന്നത്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങേക്ക് മറുപടി പറയാം. ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ കേരളത്തിൽ മാത്രമേ നവോത്ഥാനന്മാരുണ്ടായിട്ടുള്ളൂ. ജ്യോതിബ ഫുലെ ഏത് നാട്ടുകാരനായിരുന്നു? അതുപോലെ തന്നെ ബാസവേശ്വരൻ ഏത് നാട്ടുകാരനായിരുന്നു? നമുക്ക് തന്ത്രി വി രാമകൃഷ്ണൻ, ഇവിടെ എല്ലാം നവോത്ഥാന പ്രസ്ഥാനങ്ങളില്ലേ? ബംഗാളിൽ എത്രയോ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യ മുഴുവൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മലിനീയ പാരമ്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് ആരാണെന്ന ചോദ്യം, ഇത് BJP ആണോ, കോൺഗ്രസ് ആണോ, CPM ആണോ, LDF ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിനകത്ത് മഹാത്മാ അയ്യങ്കാളി നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ അവകാശ സമരത്തിന്റെ തുടർച്ച 57 കിട്ടിയത്. അഞ്ചമയെ പള്ളിക്കൂടത്ത് കൊണ്ടുപോയതിന്റെ തുടർച്ച 57 വിദ്യാഭ്യാസ നിയമമാണ്. അതിനെതിരെ വിമോചന സമരം നടത്തിയ കൂട്ടരാണ് ഈ കൂട്ടരല്ല. കോൺഗ്രസും RSSും എല്ലാം കൂടെ കൊണ്ടുപോയാണ് 1960 മത്സരിച്ചത്. 1960 പട്ടാളത്തിൽ RSSും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിച്ചത്. നമ്മുടെ ചരിത്രം അതാണ്. അതുകൊണ്ട് ചരിത്രം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾ ഞെട്ടും. പിന്നെ സ്വപ്നയുടെ കാര്യം ചരിത്രത്തിൽ എഴുതണമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ സവർക്കറുടെ കാര്യം ചരിത്രത്തിൽ എഴുതണമെന്ന് കാര്യം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഞങ്ങളുടെ ചരിത്രത്തിൽ മാപ്പെഴുതിയവരുടെ ചരിത്രം ഉണ്ടാവില്ല, ഒറ്റ കൊടുത്തവരുടെ ചരിത്രം ഉണ്ടാവില്ല, സായിപ്പന്മാരുടെ കാല് ചരിത്രം ഉണ്ടാകുകയില്ല.
അതുകൊണ്ട് ചരിത്ര പണ്ഡിതന്മാർ ചരിത്രം രചിക്കുമ്പോൾ അതിൻ്റെതായ സ്കൂളുണ്ട്. അത് ബി ജെ പിക്കാര് ചാണകത്തിൽ പ്ലൂട്ടോണിയം തിന്നുന്ന പോലെയോ അല്ലെങ്കിൽ ഗണപതിയുടെ മൂക്ക് സർജറി ആണെന്നൊരു പ്രധാനമന്ത്രി ചിന്തിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഗണപതിയുടെ മൂക്ക് സർജറിയാണ്, ഗവേഷണം നടത്തണോ? ഇവരെയാണ് സർവകലാശാല ഏൽപ്പിക്കേണ്ടത്. ഇനി ഇവിടെ ബി ജെ പിയുടെ നേതാവ് മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്ന ശബ്ദം കേട്ടപ്പോ, പെരിയാർ സർവകലാശാലയിലെ 5 പേരുടെ ഒരു സെർച്ച് കമ്മിറ്റി വന്നിട്ട് അതിൽ 1ാം സ്ഥാനക്കാരനെ എന്തുകൊണ്ട് സ്മൃതി ഇറാനെ നിയമിച്ചില്ല? എവിടെ പോയി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സേവനം? അതുകൊണ്ട് നിങ്ങളുടെ ഈ താല്പര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ബി ജെ പിയുടെ SUCയുടെ നേതാവ് പറയുന്നത് സ്വാഭാവികമായ വികാസമാണ്. ആ സ്വാഭാവികമായ വികാസം ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോയില്ല. എത്ര കെട്ടുകഥയാണ്. നമുക്ക് സി കേശവദേവിനെ എടുക്കാം. കേരളത്തിലെ ആദ്യത്തെ ആലപ്പുഴയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനാണ്. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, ഇടതുപക്ഷത്തായിരുന്നു അദ്ദേഹം. തകഴിയുടെ തോട്ടിയുടെ മകനെടുക്കാം. തകഴിയുടെ തോട്ടിയുടെ മകനെടുക്കാനും രണ്ടിടത്തിൽ എടുത്താലും നമുക്ക് തൊഴിലാളിയെ കാണാം. ആ തൊഴിലാളിയുടെ ചരിത്രം, കയറുമിരിക്കും തൊഴിലാളിക്ക് ഒരു കഥയുണ്ട്, ഒരു സമര കഥ. അത് കേൾക്കുമ്പോൾ എന്നോട് നാട്ടിന് അഭിമാനിക്കാൻ വകയില്ലേ? ഇത് ചരിത്രമല്ലേ? ആ ചരിത്രം പറയുമ്പോൾ വീട് തീർക്കുന്ന തൊഴിലാളി ഒരുമിച്ചിരുന്നപ്പോ അവന്റെ ഇടയിലും മതമില്ല, അവന്റെ ഇടയിൽ ജാതിയില്ല. അങ്ങനെ വീട് തീർക്കുന്ന തൊഴിലാളി ഒരുമിച്ചിരുന്ന് വീട് തീർത്ത കാലത്താണ് RSS വന്നിട്ട് തലശ്ശേരി വർഗീയ കലാപം ഉണ്ടായത്. ചരിത്രം എഴുതുമ്പോൾ അവിടെ ഒരു ചരിത്രമുണ്ട്. വീട് തീർക്കുന്ന തൊഴിലാളിയെ ഒരു മുറം, ആ മുറത്തിനടുത്തിരുന്ന ഒരു മുറം അകലത്തിരിക്കുന്ന തൊഴിലാളിയെ അവന്റെ മനസ്സ് രാജ്യങ്ങൾക്കപ്പുറമാക്കുന്ന RSSന്റെ രാഷ്ട്രീയം. ഇതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് ചരിത്രം തന്നെ എഴുതണം. ആ ചരിത്രം ജീവിക്കുന്ന ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തെ ഭയപ്പെടുന്ന RSSും അവർക്ക് തീവട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഷാദിർ ഖാനെ പോലുള്ള SUCക്കാരും ഒക്കെ നിങ്ങൾ ഭയത്തിന്റെ കൂടാരങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതിന് വിജ്ഞാനത്തെ ഭയപ്പെടണം. വിജ്ഞാന വിരോധികളാണ്. ഒരു സർവകലാശാല പഠിക്കട്ടെ, ഇന്ന വഴി മാത്രമേ പഠിക്കാവുള്ളതുണ്ടോ? നമ്മൾ ശ്രീഹരിക്കോട്ടയില് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോൾ എല്ലാ ഉപഗ്രഹങ്ങളും ആകാശത്തേക്ക് പോയിട്ടുണ്ടോ? ബഹിരാകാശത്ത് പോയിട്ടുണ്ടോ? എത്രയോ ഉപഗ്രഹങ്ങൾ കടലിൽ വീണു. അപ്പൊ ഒരു പഠനം നടത്താൻ സർവകലാശാല തീരുമാനിച്ചാൽ ഉടനെ ഇവിടെ ഒരാൾ കുറെ പേര് കയറെടുക്കുകയാണ്, എന്നിട്ട് സർവകലാശാലയെ സംരക്ഷിക്കാൻ നടക്കുകയാണ്. ഇവിടുത്തെ VCമാരെ കുറിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ എന്തോ താല്പര്യപ്പെട്ടുണ്ടാക്കി. ആരെയാ? സാബു തോമസിനെയാണോ? ഏത് VCക്കാണ് കുറവ്? ഏത് VCക്കാണ് അക്കാഡമിക് യോഗ്യതയില്ലാത്തത്? ഏത് VCയാണ് CPMന്റെ നോമിനി? LDF അധികാരത്തിൽ വന്നപ്പോൾ VCമാരുടെ പട്ടിക കൊണ്ട് പറഞ്ഞുതരാം. പിന്നെ UDF അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാരുടെ കാലത്ത് സർവകലാശാലകളുടെ VCമാരുടെ പട്ടിക വേണോ? ഞാൻ ഈ BJP നേതാവിനോട് ചോദിക്കുക, 8 IITകളിൽ തലവന്മാർ സുനിൽകുമാർ, 8 IITകൾക്ക് ശരി. ശ്രീ നേതാവിനോട് ചോദിക്കുന്നത്, 8 IITകളിൽ തലവന്മാരില്ല. 8 IITകളിൽ തലവന്മാരില്ല. നിങ്ങൾ ഏത് IIT നോക്കാനാണ് നിങ്ങൾ നടക്കുന്നത്? 2 കൊല്ലമായി IIT തലവന്മാരെ വെക്കാത്തവരാണോ കേരള സർവകലാശാലയുടെ പുറകെ നടക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശമൊക്കെ നമുക്ക് നാട്ടിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഇതൊന്നും നാട്ടിൽ വിലപ്പോകാൻ പോകുന്നില്ല എന്ന് ദയവായി BJPയുടെ നേതാവും SUCയുടെ നേതാവും മനസ്സിലാക്കണം. ശരി, ശ്രീ കൃഷ്ണദാസ് മറുപടി. ശ്രീ വേണു അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണെങ്കിൽ അദ്ദേഹം അതിന് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റ് സർവകലാശാലകളെ കുറിച്ചിട്ടാണ്. കേരളത്തിന്റെ സർവകലാശാലയിലെ ഒരു VCയുടെ നിയമനത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിനയിച്ചു എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. മറ്റ് സർവകലാശാലകൾ സമാനമായിട്ടുള്ള നിയമനമാണ് നടന്നിരിക്കുന്നതെന്ന് പറയുന്നു. എന്തിനാ ഇത്ര വേവലാതിപ്പെടാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ ചാണകം മുക്കി ശുദ്ധീകരിക്കേണ്ട സുഹൃത്തെ, നിങ്ങൾ ചാരം മൂടിക്കിടക്കുന്ന ചരിത്രത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. ചരിത്രപരമായി അദ്ദേഹം പറയുന്നത് തലശ്ശേരിയിലെ കലാപത്തിൽ വീടി തെരുത്തുകൊണ്ടിരുന്ന ആളെ കുറിച്ചിട്ടാണ്. തലശ്ശേരിയിലെ എല്ലാ മരണങ്ങളെയും കുറിച്ച് നിങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാകട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാകട്ടെ, നിങ്ങൾ നടത്തിയിട്ടുള്ള അക്രമത്തിന്റെ ഭാഗമാകട്ടെ, CPM എടുത്തിട്ടുള്ള നിലപാടുകളുടെ ഭാഗമാകട്ടെ, 51 വെട്ടിനെ കുറിച്ച് നിങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടാകുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. അപ്പൊ കേരളത്തിന്റെ ഒരു ഭാഗം ചരിത്രം എഴുതിക്കൊണ്ട് അതെല്ലാം കേരളത്തിന്റെ ചരിത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം എക്കാലത്തും കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കാർക്കും വിരോധമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ ചരിത്രം നിങ്ങൾക്ക് എഴുതാം, അതിനാർക്കും വിരോധമില്ല. കേരളത്തിന്റെ ചരിത്രമാണ് അതുവഴി നിങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി നിങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര നിർമ്മിതി അതിലുണ്ടാകണമെന്നുള്ളതാണ്. അതിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ വലിയ കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ
നിങ്ങൾ എപ്പോഴും പറയുന്നത് നിരന്തരമായി പറയുന്ന ഒരു വിഷയമാണല്ലോ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എവിടെയാ സാധാരണക്കാരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി കിട്ടിയിട്ടുള്ളത്? നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കൂ. ഇടുക്കിയിലും വയനാട്ടിലും അതുപോലെ തന്നെ പാലക്കാട് അട്ടപ്പാടിയിലും എല്ലാം എത്രയോ ആദിവാസികൾ ഇപ്പോഴും ഭൂമി കിട്ടാതെ വഴിയോരത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നവോത്ഥാനത്തിന്റെ ഫലമായി ഭൂമി കയ്യിലിടുന്ന കുറച്ച് അന്നത്തെ കാലത്തെ ഭൂപ്രഭുക്കന്മാർക്ക് ഭൂമി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ അത് സാധാരണക്കാരിലേക്ക് എവിടെയാണ് എന്നിട്ടുള്ളത്? പ്ലാന്റേഷൻ കോർപ്പറേഷനുകൾക്ക് അപ്പുറത്തേക്ക് പ്ലാന്റേഷനുകൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ അഴിമതി സാധാരണക്കാർക്കാണ് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ശരി, മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത്. അവസാനമായി ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ ഈ പറയുന്ന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് VC-മാർക്ക് യോഗ്യതയില്ലായ്മയില്ല. പക്ഷേ അതല്ലല്ലോ മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം. യോഗ്യത ഇല്ല എന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടില്ല. യോഗ്യരായ ആളുകൾക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം സർക്കാർ തന്നെ തെറ്റായ നടപടികളിലൂടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടാൻ ഒരു സംഘടന വരുന്നുവെങ്കിൽ ആ സംഘടനയെ അതിൻ്റെ മുഴുവൻ പഴിഭാരവും ഏൽപ്പിക്കുക, അതാണോ വേണ്ടത്? പിന്നെ ഈ ഗവർണർക്ക് കാര്യങ്ങൾ ഈ രൂപത്തിൽ ചെയ്യാൻ ഇടതരുന്ന ഓരോരോ കാര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് സർക്കാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ളൊരു റോള് മാത്രമാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഉള്ളത്. അപ്പോൾ ചെയ്യുന്നൊരു കൂട്ടരുണ്ട്, അതിൻ്റെ മേൽ വടിയെടുക്കുന്നൊരു കൂട്ടരുമുണ്ട്. പക്ഷേ അതിന് നടുക്ക് ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തെ അറിയിക്കുന്നൊരു കൂട്ടരുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളിയായി ഈ കാര്യങ്ങൾ പുറത്തറിയിക്കുന്ന ഒരു കൂട്ടരെ കാണുന്നതാണോ ഈ വിഷയത്തിൽ എടുക്കേണ്ട സമീപനം? ഇതിനകത്ത് നമ്മളൊരു ഒരു പ്രത്യേക വിഷയത്തെ മുൻനിർത്തിയാണ് ചർച്ച. അത് ഓരോ പ്രസ്ഥാനത്തെക്കുറിച്ചും ഓരോ ആളുകളെയും കുറിച്ച് മാറിപ്പോകുന്നത് വളരെ കഷ്ടമാണ്. അത് യഥാർത്ഥമുള്ള ഇഷ്യൂ ചർച്ച ചെയ്യപ്പെടാതെ പോയേക്കാം. ഏതായാലും ഒരു കാര്യം എനിക്ക് ഇപ്പൊ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ ഗവർണറെ മുൻനിർത്തി നടന്ന ആഭാസകരമായ കുറെ കാര്യങ്ങൾ. ആഭാസകരമെന്ന് പറഞ്ഞാൽ ഒരു ഗവർണർക്ക് എത്രത്തോളം താഴാം, നിലവിട്ട് പെരുമാറാം, ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ കണ്ട ഒരു കാലമാണ്. അത്തരം ഒരു കാലത്തിന്റെ സൃഷ്ടിയിൽ കേരളത്തിൽ നിന്ന് മലയാളിയായ ആരൊക്കെ പങ്കെടുത്തു, ആരൊക്കെ ആ സംഘഗാനത്തിന്റെ പിന്നണിയിൽ പോയി നിന്നു, വളരെ പ്രധാനമാണ്. കാരണം ആളുകളുടെ കാര്യം വിടുക, പുതിയ കരിക്കുലത്തിന്റെ അല്ലെ പുതിയ വിദ്യാഭ്യാസ രംഗത്തെ നവീനമായ വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കരിക്കുലം വരുന്നു, പുതിയതായി കേരളത്തിൽ വരുന്നു. കേരളത്തിൽ സന്നിഗ്ധമായി വരുന്ന വിദ്യാഭ്യാസ രംഗത്തിന് പുതിയ തുറസ്സുകൾ ലഭിക്കുന്നു അറിവിന്റെ ലോകത്ത്. അതൊക്കെ വരുമ്പോഴാണ് ഈ ആളുകൾ ഒന്നിക്കുന്നത്. ഞാൻ പറയുന്നത് ഗവർണർക്ക് കേരളത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് അതുകൊണ്ട് കാലിളകാം. കേരളത്തിന്റെ ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് വലിയ മികവാണ് നമ്മുടെ ദേശീയ സംഘടനകൾ തന്നെ തരുന്നത്, ദേശീയ ഗവൺമെന്റ് തന്നെ തരുന്നത്. ആ സമയത്താണ് ഇവിടെ കുറെ മലയാളികൾ ഗവർണർക്ക് ചുറ്റും നിന്ന് നൃത്തം ചെയ്ത് അട്ടഹസിച്ച് നടക്കുന്നത്. അത് പിന്നിൽ നിന്ന് മലയാളിയെ കുത്തുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അവർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ആക്ഷേപം ഉയർത്താം, കോടതിയിൽ പോകാം. മുമ്പ് കോടതികൾ ഏറ്റെടുത്തത് പലതും ഉണ്ടല്ലോ. നടത്തിയ എന്താ പറയാ നടത്തിയ ഈ ശരിക്കും പറഞ്ഞാൽ ആളുകളെ ജോലിക്കെടുത്തത് അത് തെറ്റാണെന്ന് പറഞ്ഞവർ പുറത്തേക്ക് പോയിട്ടുണ്ട്, ശരിയാണെന്ന് പറഞ്ഞ് വീണ്ടും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട് കേരളം. അതിന് ഒരു കടന്നലിനെ മാതിരി ഈ ഗവർണറെ കുത്തിപ്പൊക്കി കാര്യങ്ങൾ ചെയ്ത ഒരു രീതിയാണ് മലയാളികൾ കണ്ടതാണ്. കണ്ടെന്ന് വെച്ചാൽ മൊത്തത്തില് നമ്മുടെ ഈ വിദ്യാഭ്യാസ സംവിധാനം തന്നെ വളരെ മോശമാണ്. വളരെ വലിയ ഈ പ്രകീർത്തനങ്ങൾ ലഭിക്കുന്ന സമയത്താണ് വളരെ മോശമാണ് എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ എന്ന നിലയ്ക്ക് സമിതി ഉണ്ടാക്കി ഒക്കെ ചെയ്യുന്നത്. അതൊന്നും സംരക്ഷണത്തിനുള്ളതല്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാര്യം അനിൽകുമാറൊക്കെ പോയി. ഇവിടെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 100 വർഷത്തിലൂടെ കേരളത്തിൽ വളർന്നു വന്ന ഇടതുപക്ഷ വീക്ഷണങ്ങളുടെ, ഇടതുപക്ഷ രീതിയിലുള്ള ചരിത്ര രചനാ രീതികളുടെ ഒക്കെ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും
കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒരു കാര്യമല്ല. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. 100 വർഷത്തിൽ ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കേരളത്തിലില്ല, പ്രവർത്തിക്കുന്നതേ ഇല്ല. അത് നവോത്ഥാനത്തിന്റെ ചരിത്രമാണ് വരിക. നവോത്ഥാനത്തിന്റെ ചരിത്രം പലരും എഴുതിയിട്ടുണ്ട്, പല ആളുകൾ എഴുതിയിട്ടുണ്ട്. അത് മറിച്ച് ആ ചരിത്ര രചനയ്ക്ക് ഒരു ടീമിനെ ഏർപ്പാടാക്കി ഒരു സംവിധാനത്തിൽ കൊണ്ടുവന്ന് മാർക്സിസത്തിന്റെ ടൂളുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ശരിയായിരിക്കണമെന്ന് ഉറപ്പുള്ളതും ആ ടൂളുകൾ ഉപയോഗിച്ച് ഒരു ചരിത്രം രചിക്കുന്നു. അത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല, രചിക്കേണ്ടതുമാണ്. കാര്യം പുനരുത്ഥാനത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ചരിത്രത്തെ തമസ്കരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് അനിവാര്യമായി തീരുന്നത് മനസ്സിലാക്കാത്ത ഈ സേവ് സമിതി എവിടെ കിടക്കുന്നു? എന്താണ് ഈ സേവ് സമിതി ചിന്തിക്കുന്നത്? ഇപ്പൊ ഇടതുപക്ഷത്തെ പിടിച്ചു കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കരുത്. അവർക്ക് വേണ്ടി പറയാവുന്ന പ്രശ്നങ്ങളെ ഉന്നയിക്കാം. ആ സമിതി ഉണ്ടെങ്കിൽ സമിതിയിൽ ഉന്നയിക്കാം. ശരി. നിങ്ങൾ രണ്ടുപേരും, അനിൽകുമാറും വാസുദേവ ബാബുവും തുടർച്ചയായി വിമർശിച്ച സ്ഥിതിക്ക് എനിക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ ഷാജർ ഖാൻ ഒരു അവസരം. ശ്രീ ഷാജർ ഖാൻ. അതായത് ഈ നിഘണ്ടു അതിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രം ശരിയായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ചരിത്രത്തെ അപനിർമ്മിതി നടത്തുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ കേരളത്തിലും ഒരു അപനിർമ്മിതി, ചരിത്രത്തെ സംബന്ധിക്കുന്ന ഒരു അപനിർമ്മിതി ഉണ്ടാകാൻ പാടില്ല. വസ്തുനിഷ്ഠമായ യഥാർത്ഥമായ ഒരു രേഖപ്പെടുത്തൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്കറിയാം അതിൽ നിന്നുള്ള ഒരു വ്യതിചലനം നമ്മൾ കാണുന്നു. ശരിയായിട്ടല്ല ചരിത്രത്തെ. ശരി, പക്ഷേ ഷാജർ ഖാൻ, കാരണം CPM ഷാജർ ഖാൻ ഒരു ചോദ്യം കൂടി ശ്രീ ഷാജർ ഖാൻ, ഒരു ബന്ധവുമില്ല. ഒരു ചോദ്യം കൂടി. മാർക്സിസവുമായി അവർക്ക് ഒരു ബന്ധവുമില്ല. ശരി, ശ്രീ ഷാജർ ഖാൻ, നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നു അല്ലേ? രാഷ്ട്രീയ പാർട്ടികൾ അതൊരു പ്രത്യേക പാർട്ടിക്കും സർക്കാരിനുമെതിരെ ആയുധമാക്കുന്നു. ഗവർണറും അതേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ താല്പര്യാർത്ഥമോ അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഇത്തരം തെറ്റായ പ്രവണതകൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നൊരു ധാർമ്മിക നിലപാടെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കുകയോ ദുരുപയോഗിക്കുകയോ ഒത്തുതീർപ്പിലെത്തുകയോ ഒക്കെ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതിലെ പ്രശ്നം, ഇവർക്കെല്ലാവർക്കും ഇങ്ങനെ കളിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഈ സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി എന്ന പേരാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് കൊണ്ടിരുന്നതെങ്കിൽ രാഷ്ട്രീയമായുള്ള ഏറ്റുമുട്ടലാകുന്നത് പലർക്കും അപ്പോൾ ആ കാര്യത്തിനകത്ത് അവരുടെ നിലപാട് പറയേണ്ടി വരും. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് വരികയാണ്. അഴിമതിക്കെതിരെയുള്ളൊരു കൂട്ടായ്മ വളരെ നിഷ്കളങ്കമായി തോന്നും. പക്ഷേ ഉപയോഗിക്കപ്പെടുന്നത് മുഴുവൻ അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല. അത്തരമൊരു തിരിച്ചറിവിലേക്ക് നിങ്ങളും എത്തേണ്ടതുണ്ടോ? വേണു, അതായത് ഇപ്പോൾ ഗവർണർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ RSSകാരനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് രാഷ്ട്രീയമായി. ഒരു തർക്കമില്ല. അതിനെ ഒപ്പോസ് ചെയ്യണം, അതിനെ തുറന്നു കാണിക്കണം, അതിനെ എതിർക്കണം. അതിനകത്ത് ഇപ്പോൾ CPM അവർക്ക് എല്ലാ ജനാധിപത്യ അവകാശങ്ങളുമുണ്ട്, അവരത് നിർവഹിക്കുന്നുണ്ട്, അത് അവർ ചെയ്തോട്ടെ. പക്ഷെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാനത്ത് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ, സർവകലാശാലകളെ കൽക്കയിലാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ, ചരിത്രത്തെ അപനിർമ്മിക്കുന്ന നടപടികൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന നടപടികൾ, ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കുന്ന നടപടികൾ, അത്തരം കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ അദാനിക്ക് ചൂട്ടുപിടിക്കുന്ന കോർപ്പറേറ്റ് അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടുകൾ വെച്ചു പുലർത്തുന്ന നയങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നു. ഞങ്ങൾ ആ സത്യം പുറത്തു കൊണ്ടുവരുന്നു എന്ന ദൗത്യം മാത്രമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ആ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ആർക്കും മുന്നോട്ട് വരാൻ അവകാശമുണ്ട്. ഏതൊരാൾക്കും, ഏതൊരു വ്യക്തിക്കും, ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിക്കും വരാം. അതവർ ചെയ്യുന്നൊരു ഗവർണർ അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, അതിനെ പൊളിറ്റിക്കലി ഉപയോഗിക്കുന്നുണ്ടാകാം. അത് മറ്റൊരു കാര്യം. അപ്പം അതിനെ പൊളിറ്റിക്കലി ട്വിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഗവർണർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യം. എന്തായാലും SUCI എന്ന് പറയുന്ന സംഘടന തന്നെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ സമിതി എന്ന മൂടുപടമിട്ട് വരുന്നത് എന്നൊക്കെ CPM വിമർശിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്. CPMനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നത് കോൺഗ്രസോ BJPയോ അല്ല. ഈ നാളുകളിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്നത് ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ സമിതി തന്നെയാണ്. അതുകൊണ്ട് CPMനെ സംബന്ധിച്ച് കേരളത്തിലെ SUCI അവർക്കൊരു തലവേദനയല്ല, പക്ഷേ ഈ സമിതി ഒരു തലവേദനയായി തന്നെ തുടരുന്നു. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്വസ്റ്റ്യൻ അവർ അവസാനിക്കുന്നു. നാടിനും നഗരത്തിനും KSFE ഭദ്രത, സ്മാർട്ട് സിറ്റികൾ, നിറയെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.